ശ്രീ മേജർ രവി വിളിച്ചിരുന്നു. ശ്രീ മേജർ രവി, സമയം ഇപ്പോൾ 2:30 നമുക്ക് ഇപ്പോൾ ഉറങ്ങാൻ കഴിയില്ല. കാര്യം നമ്മുടെ സൈന്യം ഓൺ ആക്ഷനിലാണ്. റാവൽപിണ്ടിയിലടക്കം, പെഷാവറിലടക്കം, ലാഹോറിലടക്കം പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അവർ ചോദിച്ചു വാങ്ങിയ ആക്രമണം ഏറ്റുവാങ്ങുകയാണ്. ഇത് കുറച്ചുകൂടി എസ്കലേഷൻ നമ്മൾ ഈ വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കണോ ശ്രീ മേജർ രവി? ഏത് സമയത്തും പ്രധാനമന്ത്രി മിനിഞ്ഞാന്ന് ഫോറിൻ ടൂർ അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ പരസ്യമായിട്ട് ജനങ്ങളോട് പറയുന്നത് ഒക്കെ ഇതൊന്ന് എസ്കലേറ്റ് ചെയ്യും എന്നുള്ളത് ഇല്ലെങ്കിലും നമുക്കെല്ലാം ഒരു ഊഹം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ നിർത്തുന്നുണ്ടായിരുന്നില്ല. നമ്മളിതിന് മുന്നേ ഡിസ്കസ് ചെയ്തു. പാകിസ്ഥാൻ അപ്പോൾ കിട്ടിയതും വാങ്ങിച്ച് മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ലാതെ അങ്ങ് പോവുമായിരുന്നു. പക്ഷെ പാകിസ്ഥാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഡ്രോൺ അറ്റാക്കും അവിടുന്ന് ചെറിയ കറക്കങ്ങളും എയർ സ്പേസിൽ കൂടെയുള്ള ചില അട്ടഹാസങ്ങളും വീരവാദങ്ങളും എല്ലാം തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാൻ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തേ പറ്റുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അവര് ജമ്മു എയർപോർട്ടിലേക്കുള്ള ഒരു അറ്റാക്ക്. ഇതിന്റെ ഇടയ്ക്കെല്ലാം ഈ അറ്റാക്കുകളെല്ലാം നമ്മൾ ഇവിടുന്ന് കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും ജനങ്ങൾ അറിയുന്നില്ലായിരുന്നു. പക്ഷെ അവരുടെ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ഇറക്കി താഴത്തേക്ക് അടിച്ചിട്ടു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരിത് നേരത്തെ ഹാഷ്മി പറഞ്ഞ കറക്കം ആ ലാംഗ്വേജ് ചോദിച്ചു വാങ്ങിച്ചു വന്നപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിന് റിട്ടേണിംഗ് ഇല്ല. ഇത് നമ്മൾ തിരിച്ചു വരുന്നൊരു പോയിന്റിലല്ല ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കയറിക്കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്നുള്ളത് അത് പാകിസ്ഥാന് തീരുമാനം അവർ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോ എന്താണ് അവരുടെ ആർമി ചീഫിനെ അടക്കം അവിടുന്ന് പുറന്തള്ളുന്നു. വേറെ ആൾക്കാർ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു. ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാവുന്നു. ബലൂചിസ്ഥാൻ സൈഡിൽ നിന്നുള്ള ഹെവി അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മൾ വിചാരിച്ച ആ ടാർഗറ്റിലേക്ക് എത്തി. ബിക്കോസ് ജനങ്ങൾ ഇന്ന് ഗവൺമെന്റിന് അഗൻസ്റ്റ് എത്തിയിരിക്കും. അവരിപ്പോ കുട്ടികളെയും പിള്ളേരെ എടുത്തിട്ട് വണ്ടിയിൽ രാത്രിയിൽ ഇറങ്ങി ഓടുന്ന സമയത്ത് മുഴുവൻ തെറിവിളിക്കുന്നത് പാകിസ്ഥാൻ ആർമീനെയാണ് തെറിവിളിക്കുന്നത്, അല്ല ഇന്ത്യക്കാരല്ല തെറിവിളിക്കുന്നത്. അതാണ് ഒരു 2-3 പല ഇംഗ്ലീഷ് ചാനലിലും കാണുന്നുണ്ടെങ്കിൽ ദേ ആർ ഓൾ അബ്യൂസിങ് പാകിസ്ഥാൻ ആർമീനെ അബ്യൂസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം നിങ്ങൾ കട്ടപ്പുകയാക്കി. ഇനി നിങ്ങളുടെ കൂടെ എന്നുള്ളതല്ല, അവർ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അവർക്കറിയാം അവർക്ക് തന്നെത്താൻ രക്ഷപ്പെട്ടാലാണ് വല്ല രക്ഷയുള്ളൂ. മേജർ രവി, അതിലൊരു വീഡിയോയിൽ ഒരാൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ലാഹോറിലെ ഡ്രോൺ ആക്രമണത്തിൽ അത് ചോദിച്ചപ്പോൾ ഏതോ പാകിസ്ഥാൻ പോലീസുകാരൻ അത് മിന്നലാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ബാക്കി പറയുന്ന മൊത്തം തെറിയാം, കേൾക്കാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ചിരിച്ചോണ്ട് ഇതെല്ലാം പറയാം. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞാണ്. ഇനി പാകിസ്ഥാന് തീരുമാനിക്കാൻ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളതെന്ന് നമ്മൾ ആദ്യത്തെ ആക്രമണമല്ല, നമ്മൾ ആ കൗണ്ടർ കഴിഞ്ഞപ്പം നമ്മൾ പറഞ്ഞതാണ്. ഇനി പാകിസ്ഥാന് തീരുമാനിക്കാം, നിങ്ങൾ മിണ്ടാതിരിക്കുന്നോ. പക്ഷെ അത് മിണ്ടായിരുന്നില്ല. അവർ ചെറുതായിട്ട് പൊട്ടിക്കല് പൂഞ്ച് രജോറി സെക്ടറിൽ ഞങ്ങൾ കട്ട് ചെയ്തെന്നു. അതവിടെ നിർത്തിയിരുന്നെങ്കിൽ പിന്നീട് നമ്മൾ ഈ റിട്ടാലിയേഷൻ ഇല്ലായിരുന്നു. ഈ പൂഞ്ച് രജോറി സെക്ടർ തന്നെ ഒരു വാണിംഗ് ആയത്, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയാം. അപ്പൊ പിന്നെ ഇന്ത്യ ഇപ്പൊ എന്തിനാണ് കാത്തിരിക്കുന്നത്? സോ ഇന്ത്യ പ്രിപ്പയർഡ് ഈവൻ ദ ഡിസർട്ട് സെക്ടർ. ഇതിപ്പം ഡിസർട്ടിൽ ഗംഗാനഗർ അല്ലെങ്കിൽ പോക്രാൻ ഈ ഏരിയ മുഴുവൻ സന്നാഹമായിട്ട് ആമർ ടാങ്കുകളും എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. എന്ത് വന്നു കഴിഞ്ഞാലും ശരി, ഒരു പ്രാവശ്യം ക്രോസ് ചെയ്താൽ പിന്നെ പാകിസ്ഥാൻ ഇല്ല കേട്ടോ ആഷ്മി. ആ ക്രോസിന് അവര് നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവരുടെ നേതാക്കന്മാരെല്ലാം സ്ഥലം വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് ജെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബൈ റോഡ് കുറ്റ വഴിക്കെല്ലാം പോയിട്ടൊക്കെ വെളിയിൽ പോകാൻ വേണ്ടി നോക്കുകയാണ്. ഇതൊക്കെ അവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു യുദ്ധം വരുന്ന സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററോ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് മറ്റുള്ള മിനിസ്റ്റേഴ്സ് എല്ലാം ഫാമിലി ആയിട്ട് ഇവിടുന്ന് ഇറങ്ങി ഓടുന്നു, അല്ലെങ്കിൽ അവർ വേറെ അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് ജെറ്റുകളും എല്ലാം എടുത്തിട്ട് രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ആ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ അവരിൽ ക്രിയേറ്റ് ചെയ്തത്. അതിനാണ് ആദ്യം വെള്ളം നിർത്തി, ആദ്യം പിന്നെ ഒരു ടാങ്ക് തുറന്നു വിട്ടു. എല്ലാം കൊണ്ടും ജനങ്ങളെ അങ്ങ് വിഷമിപ്പിച്ചുകൊണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിന് ഇത് പറയാം മര്യാദയ്ക്ക് നിൽക്കാൻ. അപ്പൊ ഇന്ന് ഗവൺമെന്റിന് എടുത്ത അവര് നമ്മളെ എന്തായുധം കൊണ്ട് ആക്രമിച്ചോ ആ ആയുധത്തിന്റെ 10 മടങ്ങ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സൈക്കോളജിക്കൽ വാർ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പരിണാമമാണ് ഇന്ന് രാത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലവും വിട്ടിട്ടില്ല. ഇനിയിപ്പോ എവിടെയാണ് ബോംബ് ഇടാൻ ബാക്കിയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിന് മുകളിൽ മാത്രമേ ബാക്കിയുള്ളൂ. പ്രൈം മിനിസ്റ്ററുടെ വീടിന്റെ അടുത്തടക്കം കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ അവിടുത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നത്.
എന്ന് അപ്പൊ പറഞ്ഞാൽ അവരുടെ മേജർ ബി അതേസമയം ബലൂചിസ്ഥാനിൽ അവർ കൊറ്റ പിടിക്കുന്നുണ്ട്. അവർ എന്താണ് അവിടെ എന്താണ് ദേറാബുക്തിയിലെ ഗ്യാസ് ഫീൽഡ്സ് പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് സൈനിക സാന്നിധ്യം മാറുന്നത് പരമാവധി മുതലെടുക്കുകയാണ് BLA. സിന്ധു പ്രവിശ്യയിൽ obviously വെള്ളമില്ലാതെ ജനം തെരുവിലാണ്. ഇമ്രാൻ അനുകൂലികൾ തെരുവിലാണെന്ന് ഇപ്പോൾ കേൾക്കുന്നു. എന്നാണ് ഇമ്രാൻഖാനെ ജയിൽ മോചിതനം ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് ഇമ്രാൻ അനുകൂലികൾ ഒരു വശത്തോടെ ഇപ്പോൾ സാഹചര്യം എടുത്ത് തെരുവിലിറങ്ങുന്നു. ഈ പ്രധാനമന്ത്രിയെ അവിടെ നിന്ന് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്ന നാണക്കേട്, അതിൽ പല നാണക്കേടുണ്ടോ ശ്രീ മേജർ രവി? അവിടെ നിന്ന് ഒരു വിമാനം ദുബായിലേക്ക് പോയി എന്ന് പറയുന്നു. അതിൽ പ്രധാനമന്ത്രിയാണെന്നോ അതോ അവിടുത്തെ സൈന്യത്തിലെ ഏതോ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആരാണെന്ന് അറിയില്ല. അത്രമാത്രം ദുർബലമായി നിൽക്കുന്ന പാകിസ്ഥാൻ ഇനിയും നാളെയും ഈ സാഹസത്തിന് മുതിരും എന്ന് കരുതണോ? ആഷ്മി, നമ്മൾ ഇതേ സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കൊരു യുദ്ധം അഫോർഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് നോക്കാം. ഇന്നിപ്പം പാകിസ്ഥാന്റെ കയ്യിൽ ഇരിക്കുന്ന $8 ബില്യൺ ആണ് അവരുടെ ക്യാപിറ്റൽ എന്നത്. ഒരു ദിവസം ഇന്ത്യയുമായിട്ട് അവർ യുദ്ധം ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 to 3 ബില്യൺ വേണം. 3 ദിവസം കൊണ്ട് തീരാവുന്നതാണ് ഇവരുടെ പെർ ക്യാപിറ്റ, അവരുടെ ക്യാപിറ്റൽ സോഴ്സ്. ഇത് കഴിഞ്ഞ പിന്നെ അവരെന്ത് ചെയ്യും? പട്ടിണി, പട്ടിണിയും ജനങ്ങള് ഒരു സാധനം വാങ്ങിക്കാനുള്ള പൈസ കയ്യിലുണ്ടാവില്ല. ഇതിന്റെ സിമ്പിൾ ഇക്വേഷൻ ആണ് ഈ പറയുന്നത്. 8 ബില്യൺ കയ്യിൽ വെച്ചുകൊണ്ട് ഈ അഹങ്കാരം ആരോടാണ് കാണിക്കുന്നത്? ഇവിടെ ഈ 8 ബില്യണിലെ ഇവിടെ കിടക്കുന്ന സ്റ്റോർ എന്താണെന്നുള്ളത് അവർക്കറിയില്ല. അപ്പൊ ആ 3 ദിവസം സസ്റ്റെയിൻ ചെയ്യാനുള്ള പൈസ പോലും ഇല്ലാത്തവന്മാര് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ തലയ്ക്ക് പ്രാന്തല്ലേ ഹാഷ്മി? കാരണം അവർക്ക് അതാണ് ഇവരെല്ലാം ഊർന്ന നേതാക്കന്മാർക്ക് അറിയാൻ ഖജനാവിൽ പൈസ ഇല്ല എന്നുള്ളത്. ഈ ഖജനാവിലത്തെ പൈസ എന്തിനാണ്? ഈ ആമിനേഷൻ ഇപ്പൊ കഴിഞ്ഞു. 3 ദിവസം കൊണ്ട് ഈ യുദ്ധം കഴിയുമ്പോഴത്തേക്ക് ആമിനേഷൻ കഴിഞ്ഞവര് എന്ത് ഉണ്ടവച്ചിട്ടാണ് ഇവിടെ വെടിവെക്കാൻ പോകുന്നത്? ഉള്ളത് മുഴുവൻ ഇവരെ ഇരിക്കുന്ന മുഴുവൻ തുരുമ്പൊടിച്ച സംഭവങ്ങളാണ്. അത് ഇവരൊരിക്കലും ഈ ഡിഫൻസിന് വേണ്ടി പണം ചെലവാക്കാറില്ലായിരുന്നു അധികം. ഉള്ളത് വെച്ചിട്ട് ഈ ISIക്കാര് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ പ്രാക്ടീസ് ചെയ്യാത്ത സാധനങ്ങൾ. ഇതെല്ലാം കൂടെ ഇപ്പൊ ഈ 2-3 ദിവസം കഴിയുമ്പോൾ ഇവരുടെ കാശ് കഴിയും. കാശ് കഴിഞ്ഞാൽ പിന്നെന്താ തെണ്ടാ നടക്കൂടെ? അതാണ് ഇവരുടെ നേതാക്കന്മാരിപ്പം ആഷ്മി പറഞ്ഞല്ലോ, ഫ്ലൈറ്റുകളും ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട് ദുബായിലോട്ട്. ഇതിൽ ആര് പോകുന്നു എന്നുള്ളത് ഇത് ഇപ്പൊ നമ്മൾ അറിയാം. ഇത് ശ്രീലങ്കയിലത്തെ പ്രൈം മിനിസ്റ്ററിനെ പ്രസിഡന്റ് അവിടുന്ന് ഓടിച്ച പോലെ നാട്ടുകാരന്മാരെ ഓടിക്കുകയാണ് ഇപ്പം. ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആഭ്യന്തര കലാപമായി ഒരു സിവിൽ വാർ. ആ സിവിൽ വാർ വരുന്നത് എപ്പോഴാണ്? ജനങ്ങൾക്ക് ഗവൺമെന്റിൽ യാതൊരു ഇതുമില്ല, ഗവൺമെന്റ് കാരണം ഞങ്ങൾ ഇതാ പട്ടിണി നടക്കുന്നു എന്ന് പറയുമ്പോൾ സിവിൽ വാർ വന്നു. അവിടെ പിന്നെ കണ്ട കടകളും കാര്യങ്ങളും എല്ലാം ലൂട്ടടിച്ച് ക്രിസ്ത്യന്റെ കയ്യിൽ സാധനം എടുത്തുകൊണ്ട് ഓടിയിരിക്കുന്നു. പാകിസ്ഥാൻ ശരി, നന്ദി ശ്രീ മേജർ രവി. എന്തോ 22 അല്ല ശ്രീ മേജർ രവി, ഇവിടെ ഈ പറഞ്ഞ റാവൽപിണ്ടിയിൽ, ലാഹോറിൽ, അതായത് ഇന്ത്യയുടെ ഒരു തിരിച്ചടിക്ക്, ഒരു നിമിത്തം പോലെ ഉണ്ടായ തിരിച്ചടിക്ക് നമ്മുടെ സേനാ വിഭാഗങ്ങൾക്ക് പാകിസ്ഥാനിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല എന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യണം. അപ്പോഴും നമ്മൾ ടാങ്കുകൾ അവിടെ നിന്ന് അനക്കിയിട്ടില്ല. ടാങ്കുകൾ അനക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ സേനയ്ക്ക് ആ ഏരിയയിലേ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിലവിൽ ആ രാജ്യം വേണമെങ്കിൽ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് കൃത്യമായി തന്നെ പറയാം. നമ്മുടെ ഔദാര്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം ശ്രീ മേജർ രവി. ഒരു സംശയമില്ല അശ്വി. ബിക്കോസ് ഞാൻ പറഞ്ഞ അതിനാണ് നമ്മൾ ആദ്യം ഒരു 3 സ്ഥലങ്ങള് ആക്ച്വലി നമുക്കവിടെ 6 അറ്റാക്ക് മതിയായിരുന്നു. ഏതിന്? അവിടുത്തെ ക്യാമ്പുകൾ തകർക്കാൻ. അത് POKയിലുള്ള സ്ഥലങ്ങളിൽ ആ 6 ക്യാമ്പുകളും തകർത്ത് കഴിഞ്ഞതിന് ശേഷം 3 സ്ഥലങ്ങളിലായിട്ട് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തിനാണ് നമ്മളൊരു വാണിംഗ് കൊടുത്തത്? ബാക്കി താഴത്തേക്കുള്ള 3 അത് ഓപ്പോസിറ്റ് അമൃത്സർ അവിടെ ഇട്ടുകൊടുത്തു ഒന്ന്. അത് കഴിഞ്ഞിട്ട് ഗംഗാനഗറിന്റെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുത്തു, ജമ്മുവിന്റെ ഓപ്പോസിറ്റും ഇട്ടുകൊടുത്തു. അതെന്തിനായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുകൊണ്ട് അവിടെ മിണ്ടാതിരിക്കും. പക്ഷെ അവർ മിണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവർ നേരെ കയറി പൂഞ്ച് രാജൗരി, നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന പൂഞ്ച് രാജൗരി സെക്ടർ അവർക്ക് എളുപ്പമാണ്. അവർ നടന്നു വരാൻ വണ്ടി ആക്സസിബിലിറ്റി വളരെ ഈസി ആയതുകൊണ്ട് അവിടെ തുടങ്ങി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഷെല്ലിങ്. ആ ഷെല്ലിങ് മതി അവിടുത്തെ നമ്മളെ കുറച്ച് ആൾക്കാർ മരിച്ചുപോയി. പിന്നെ നിങ്ങൾ അപ്പതൊരു യുദ്ധസമാനമായിട്ടുള്ള കൗണ്ടർ അറ്റാക്ക് ആയിട്ടാണ് പാകിസ്ഥാന്റെ സൈഡ് നമ്മൾ നോക്കുന്നത്. സോ വെൻ ദ കൗണ്ടർ അറ്റാക്ക് കംസ്, പിന്നീട് നമ്മൾ എന്താണ്, ആദ്യം നമ്മളൊരു ചെറിയൊരു കമ്പനി ലെവലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഒരു ബ്രിഗേഡ് ലെവലിലും, ബ്രിഗേഡിൽ നിന്ന് കഴിഞ്ഞ് ഡിവ് ലെവലിലും, അത് കഴിഞ്ഞ് കോർ ലെവലും, ഇപ്പൊ ആർമി ലെവലിലേക്കായിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ എന്താണെന്ന് വെച്ചാൽ ഈ ആർമി ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്ടർ മുഴുവൻ അങ്ങ് നിറങ്ങും. അവരുടെ അടുത്തിരിക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ, അതിനകത്ത് മിസൈലുണ്ട്, ആമറുണ്ട്, ആർട്ടിലറി ഉണ്ട്,
ഇവർക്കെല്ലാം സപ്പോർട്ടും അതുപോലെ തന്നെ ഇവരുടെ മുന്നിൽ നടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഇൻഫൻട്രി സജ്ജമായിട്ട് നിൽക്കുകയാണ്. ഇൻഫൻട്രി അതുപോലെ തന്നെ മെക്കനൈസ്ഡ് ഇൻഫൻട്രി എല്ലാം ലൈനപ്പ് ആക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിൽ പല ബോർഡറുകളും ക്രോസ് ചെയ്ത് പാകിസ്ഥാനിലോട്ടേക്ക് എത്തിക്കോളും. അതിന് കൗണ്ടർ അവർ നിങ്ങളെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതിനെ ഏറിൽ തന്നെ തകർക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ജമ്മു അറ്റാക്കിനകത്ത്. ജമ്മു തന്ത്രോടെ നമ്മൾ ഏറിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ബിക്കാനീർ സെക്ടറിൽ അറ്റാക്ക് വന്നു, അതും നമ്മൾ ഏറിൽ തന്നെ തകർത്തു കഴിഞ്ഞു. ഇതെല്ലാം കണ്ടിട്ടും ഇവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്താണ്, അവരെ കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല. നമ്മൾ അത്രയും അഡ്വാൻസ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വെപ്പൺസ്, ഇത്രയും കൊല്ലങ്ങളായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വെപ്പൺസ്, അത് നമ്മൾ ശരിക്കും യൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാനെ പോലെ എല്ലാം നമ്മുടെ വെപ്പൺസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വെപ്പൺസ് ശരിക്കും ഇരുന്ന് സ്റ്റഡി ചെയ്ത് ഇതിന്റെ മുകളിൽ റിഹേഴ്സൽ ചെയ്ത് അതിന്റെ ആംബിനേഷൻ വേണ്ടി കാശ് ചെലവാക്കിക്കൊണ്ട് ആ ആംബിനേഷൻ നമ്മൾ ചെലവാക്കുന്ന ഒരു യുദ്ധസമാനമായിട്ടുള്ള ആംബിനേഷൻ ഡിസ്പ്ലേ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓരോ വർഷത്തിലും ഈ രണ്ടും മൂന്നും ഇപ്പം ഒരു ആർട്ടിലറി സെന്ററിൽ പോയി കഴിഞ്ഞാൽ ബി എ ഫയർ പവർ ഡെമോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാ ഗണ്ണുകളും കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് അവനെ കൊണ്ടാലും ആ ആംബിനേഷൻ യൂസ് ചെയ്ത് നമുക്ക് കാണാതെ എന്താണ് അതിന്റെ ഇമ്പാക്ട് ആ മലമുകളിൽ. ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾ ആർട്ടിലറി ദേവലാലിൽ പോയി കണ്ടതാണത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ഉണ്ടായിരുന്ന സമയത്തിനേക്കാൾ അഡ്വാൻസ് ആയിട്ട് എത്രമാത്രം വെപ്പൺസ് വന്നിരിക്കുന്നു, എന്തെല്ലാം പ്രിസിഷൻസ്. ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന വെപ്പൺസ് ഇറക്കുന്ന എന്റെ സമയത്ത് ഹെലികോപ്റ്ററിൽ കണ്ണൊന്നും ഞാൻ കണ്ടിരുന്ന യൂസ് ചെയ്തിരുന്ന ഗണ്ണുകളൊന്നും ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഇറക്കില്ല. അതടക്കം ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു. അപ്പൊ സമയത്തിന് എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് ഇവരുടെ റിയാക്ഷൻസ് എന്നുള്ളതെല്ലാം കണ്ണുകൊണ്ട് കണ്ട് അന്താളിച്ചു നിന്നാണ്. കാരണം എന്റെ കോച്ച്മാൻ ആയിരുന്നു സ്കൂൾ പാർട്ടിയുടെ തമിഴ്നാട്ടില്. അപ്പോഴാണ് ഞങ്ങൾ അവിടെ എല്ലാം പോയിട്ട് ഞങ്ങൾ കണ്ടത്. സോ ഇതൊക്കെ ഇന്ത്യ ചെയ്യുന്ന സമയത്ത് സിവിലിയൻസ് ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഡിഫൻസിൽ പൈസ ചെലവാക്കുന്നത്. ഇപ്പോഴെങ്കിലും ജനങ്ങൾ ഇനിയുള്ള ഈ ജനറേഷൻ ചോദിക്കുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ട് എന്തിനാണ് പൈസ ചെലവാക്കുന്നത്. ഇത് ഇന്നിപ്പോ കാണുന്നത് എന്താണ്, അവർക്ക് പാകിസ്ഥാനിൽ ഒരു മിസൈൽ അവിടുന്ന് പുറപ്പെടുന്നതിന് മുന്നേ എയറിൽ കൊണ്ടുപോയിട്ട് നമ്മൾ തട്ടിക്കളയും. നമ്മുടെ സാധനങ്ങൾ അവിടെ പോയിട്ട് പോകുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല. ഇപ്പം കറാച്ചിയിലും ബലൂചിസ്ഥാനും പല സ്ഥലത്തും നമ്മുടെ സാധനം അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ സാധനം കൊണ്ട് ലാൻഡ് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പൊ ഇത് അറിഞ്ഞിട്ട് പോലും ഈ പാകിസ്ഥാൻ ഇനിയും പഠിക്കുന്നില്ലെങ്കിൽ അവരുടെ സൂസൈഡിലും നമുക്ക് കുറച്ച് കൊളാറ്ററൽ ഡാമേജ് എന്ന് പറയുന്നത് ഈ ഫൈനാൻഷ്യൽ ഡാമേജ് ഉണ്ടായിരിക്കും, കുറച്ച് ജീവനഷ്ടം ഉണ്ടായിരിക്കും. അതൊരു യുദ്ധത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആ യുദ്ധം പിന്നെ ഇവിടെ അതിനെക്കുറിച്ച് നമ്മൾ യുദ്ധം എന്താണ് മനുഷ്യന്മാരുടെ ജീവൻ നോ. ഒരു രാജ്യം യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്നു. അവിടെ പിന്നെ യാതൊരു പിന്നോട്ടും നോക്കില്ല. അതിൽ ഞാൻ ഇന്നലെ പാങ്കോണ്ടിരിക്കുക ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് രജിസ്റ്റർ ചെയ്തേക്കൂ. അവിടെ അവർ ചോദിച്ചപ്പോൾ ഞാൻ കാലത്ത് ചോദിച്ചപ്പോൾ അവർ ചിരിച്ചു. സാറോ എന്ന് ചോദിച്ചു. യെസ്, എന്റെ പേര് ടോപ്പിൽ തന്നെ ഇട്ടേക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ യെസ് റെഡിയാണ്, കയ്യും കാര്യം ഇല്ലെങ്കിലും ശരി പോകും നമ്മൾ രാജ്യത്തിന് വേണ്ടി. ഇതായിരിക്കണം ഇനിയിപ്പം എന്താ വെച്ചാൽ ജനങ്ങളുടെ മൊറാൽ ബൂസ്റ്റിംഗ്. ഇപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണത്, പാകിസ്ഥാൻ അവിടുന്ന് ഒരു മിസൈൽ പോലും പൊക്കാൻ പറ്റുന്നില്ല. അതവിടുന്ന് തുടങ്ങുമ്പോഴത്തേക്ക് എന്നെ ഇവിടുന്ന് അടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള രാജ്യം. പിന്നെ ജനങ്ങൾ ഇന്നിപ്പോ നിങ്ങൾ അവിടുത്തെ പല ഇംഗ്ലീഷ് ചാനലും അവിടുത്തെ പാകിസ്ഥാനിലെ ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ലോറിയിലും കിട്ടിയ വണ്ടിയിലൊക്കെ എടുത്തിട്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് പോവും? അവർ ബലൂചിസ്ഥാൻ സൈഡിലോട്ട് പോകാൻ പറ്റില്ല, അവിടുന്ന് ഇങ്ങോട്ട് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവർ പോകാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാൻ സൈഡിലോട്ട്, വെസ്റ്റ് സ്ഥലത്തോട്ടാണ് അവർ പോകാൻ പോകുന്നത്. ആ ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇങ്ങോട്ട് ഇന്ത്യൻ സൈഡിലോട്ട് ഇവർക്ക് വരാനും പറ്റില്ല. ആ ജനങ്ങളാണ് ശ്വാസം മുട്ടി. ഞാൻ പറയുന്നത് അന്ന് നമ്മളിതിന് ശ്വാസം മുട്ടിക്കുകയായിരുന്നു. ആ ശ്വാസം മുട്ടലിലാണ് ഇപ്പൊ ജനങ്ങൾ നിൽക്കുന്നത്. അതിനകത്ത് നമ്മൾ ജനങ്ങളുടെ മുകളിൽ ബോംബിടുന്നില്ല. ഇപ്പോഴും നമ്മൾ ഇടുന്ന എവിടെയാണ്? അവരുടെ മിലിറ്ററി ക്യാമ്പുകൾ, അല്ലെങ്കിൽ കറാച്ചിയിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ഇതൊക്കെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻ. കാരണം നീ ഞങ്ങളുടെ ജമ്മു സ്റ്റേറ്റ് എയർപോർട്ടിനകത്ത് ബോംബിടാൻ നോക്കി. അതിന്റെ അർത്ഥം നീ ഞങ്ങളുടെ നോർത്ത് കമാൻഡിന്റെ അണ്ടറിൽ ഇരിക്കുന്ന ഒരു എയർപോർട്ട്, മെയിൻ എയർപോർട്ടിനകത്ത് ബോംബിടാൻ നോക്കിയെന്ന് പറഞ്ഞാൽ നീ നാളെ ശ്രീനഗറിലോടും. അവിടെ ഫൈറ്റർ പ്ലെയിൻസ് കിടപ്പുണ്ട്. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ അപ്പുറത്തോട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്യാം. അപ്പൊ ശ്രീനഗർ, അവന്തിപുര, ജമ്മു ഈ 3 സ്റ്റേഷൻസിൽ ഏതെങ്കിലും ഒന്നിലൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ആ എയർപോർട്ട് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ഫ്ലൈറ്റുകൾക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്കിപ്പം ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു എയർപോർട്ടിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കായിരിക്കും. സിവിൽ ഫ്ലൈറ്റ്സ് അല്ലേന്ന്? അല്ല. ദർ ആർ ലോട്ട് ഓഫ് എയർപോർട്ട്സ്. ഇതിനകത്ത് എല്ലാം നമ്മുടെ ഫൈറ്റർ പൈലറ്റ് ജെറ്റുകൾ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അതാണ് പലപ്പോഴും നിങ്ങൾ സിവിൽ എയർക്രാഫ്റ്റിലൊക്കെ പോയി ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ അനൗൺസ്മെന്റ് കേൾക്കും, ഈ എയർപോർട്ട്
അണ്ടർ ദ മിലിറ്ററി കൺട്രോൾ ആണ്, അതുകൊണ്ട് ഇവിടെ ഫോട്ടോഗ്രാഫി ഈസ് നോട്ട് പെർമിറ്റഡ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ എല്ലാം ഇതുപോലുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അത് മിലിറ്ററിയുടെ കൺട്രോളായിട്ടിരിക്കുന്നത്. അപ്പൊ എയർപോർട്ടിനെ ഇവന്മാർ ഏതെങ്കിലും ജമ്മുവിനകത്ത് അതുകൊണ്ട് അപ്പൊ എയർപോർട്ടിൽ നീ അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല. അപ്പൊ നീ അത് ശ്രമിച്ചു, രണ്ടാമത്തെ ദിവസം നീ അത് ശ്രമിച്ചു. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ചൊറിഞ്ഞ് തോണ്ടിയിട്ട് ഇപ്പൊ ഓടുകയാണ്. ഇനിയുള്ളത് നാളെ കാലത്ത് എഴുന്നേറ്റിട്ട് ഡേ ടൈമിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ കാണുന്നതെല്ലാം നിങ്ങൾക്ക് ടോട്ടൽ ഇന്ന് രാത്രി ഇപ്പൊ നമ്മളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്നതെല്ലാം നമുക്ക് പല ചാനലുകളിൽ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നാളെ കാലത്തായിരിക്കും ജനം ഉണർന്നിരുന്നുകൊണ്ട് ഇവനെല്ലാം കൂടെ ഇവന്റെ ഒരു സിവിൽ വാറിന്റെ സിറ്റുവേഷനിലോട്ട് ഭ്രാന്ത് പിടിച്ചൊരു സോംബി മൂഡിലേക്കായിരിക്കും ജനങ്ങൾ പോകാൻ പോകുന്നത്. അതും പാകിസ്ഥാനീസ് അവരെ ഞാൻ പറയുന്ന അവിടുത്തെ ലോക്കൽസിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയാറില്ല. ഞാൻ പറയാം അത് പാവങ്ങളാണ്. നമ്മളിവരെ ദുബായിലും അവിടെ ഇവിടെയൊക്കെ കാണുന്നതാണ് ജോലിയെടുത്ത് ജീവിക്കുന്ന പാർട്ടീസ്. പക്ഷെ അവിടെ അയ്യാഷിയിൽ ജീവിക്കുന്ന അവന് പെണ്ണും കള്ളും വെള്ളവും എല്ലാമായിട്ട് നടക്കുന്ന ആർമി ഗ്രൂപ്പ് അവർ പണിയെടുക്കാറില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടെന്നുള്ളത് അവർക്കെന്നെ അറിയില്ല. ഇവർ നേർക്ക് നടന്നിട്ട് ഒരു ഓഫീസറും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അവരവരുടെ പാട്ടങ്ങ് പോവും. അപ്പൊ അങ്ങനെയുള്ളൊരു രാജ്യം നമ്മളെ ഇതുപോലെ ചെയ്ത് ഇനി നമ്മൾ പുറകിലോട്ട് പോകുന്നുള്ള എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ അവിടെ രാജസ്ഥാൻ സെക്ടറിലും മറുപടിയൊക്കെ നമ്മുടെ ഒരു യൂണിറ്റ് ഏതോ സിനിമാ യൂണിറ്റ് അവിടെ ഷൂട്ടിങ്ങിന് പോയിട്ട് നിൽക്കാനില്ല. അവര് ഇന്നലെ ഞാൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ മെസ്സേജ് അയച്ചിട്ട് മക്കളെ പറ്റുമെങ്കിൽ തിരിച്ചിങ്ങ് പോന്നേക്ക്, ആ ഏരിയ ഇനി ഇത്ര സേഫ് അല്ല. കാരണം അവിടെ ടാങ്കുകൾ മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, എവിടുന്ന് എന്ത് പോകുന്നു എന്നുള്ളത്. അപ്പം ഇതെല്ലാം ഇനി നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ സുഖങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ വാറിന് വേണ്ടി വഴി അങ്ങ് മാറ്റി വെച്ചു കൊടുക്കുക. പക്ഷെ ഇത് വാറിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാതെ മാത്രമേ ഉള്ളൂ. പക്ഷെ ജനങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ കണ്ടോണ്ടിരിക്കില്ല, നിങ്ങൾക്ക് വിഷ്വലി നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കണം. അവിടെ അറ്റാക്കുകളും ബോംബാർഡ്മെന്റും ഫയറും ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പുറത്ത് ഇവിടെ ഉള്ളത് ഇത് കാണിക്കാൻ ഇപ്പുറത്ത് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ചാനലുകൾ കാണിക്കില്ലേ? ഇന്റർനാഷണൽ ചാനലുകൾ കറങ്ങി നടക്കില്ലേ? പാകിസ്ഥാന്റെ കാണിക്കുന്ന പോലെ ഇന്ത്യയിലും അതുപോലെ വന്ന് കാണിക്കാലോ അവർക്ക്. അത് എന്തുകൊണ്ട് ഇവിടെ കാണിക്കാനുള്ളതെന്ന് ഇല്ലാത്തെന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെ സംഭവം ലാൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആന്റി നാഷണൽ ഈ പ്രൊപ്പഗണ്ട ലീഡേഴ്സിന് അവർക്കുള്ള പണി തുടങ്ങേണ്ട കാര്യം കഴിഞ്ഞിരിക്കും. അത് ഒരു ചാനലിലെ പറഞ്ഞ തുടങ്ങിയിട്ടുണ്ട് പണി. അപ്പൊ ഇതെല്ലാം അത് നിങ്ങളൊക്കെ കേട്ടാണ്. കാരണം അവന് കിട്ടുന്ന അത് അത്യാവശ്യമാണ് ആഷ്മി. എവിടുന്നോ കൊണ്ട് സാധനമൊക്കെ എടുത്ത് യൂട്യൂബ് ചെയ്യാ എന്തൊക്കെയോ പറയാ അവിടെ ഇവിടെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇവൻ എന്തോ വലിയ യൂട്യൂബറാണെന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞാല് അപ്പം അത് യെസ് കൊടുക്കേണ്ട സ്ഥലത്ത് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ട് ഇന്നലെ അത് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പം അപ്പോഴത്തേക്ക് അവൻ അത് ഇംഗ്ലീഷ് തുടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാള് ഇതിനകത്ത് തുടങ്ങി ഇത് പാകിസ്ഥാനെ പോലെയാണ്. ഇങ്ങനെ ചൊറിയ അത് കഴിഞ്ഞിട്ട് പിന്നെ അവനറിയില്ല അവന്റെ മുകളിൽ എന്തുമാത്രം ബോംബാർഡ്മെന്റ് ആണ് വരാൻ പോകുന്നത്. അതാണ് അതുകൊണ്ട് ഈ പാകിസ്ഥാനോട് എനിക്കിപ്പോ സഹതാപമാണ് തോന്നുന്നത്. ബിക്കോസ് ഈ 8 മില്യൺ കഴിഞ്ഞ ഇവർക്ക് ആ പൈസയുടെ കാര്യം ഞാൻ അറിഞ്ഞപ്പോഴാണ് ചോദിച്ചപ്പോൾ 8 ബില്യൺ ഒരു ദിവസം യുദ്ധം ഇന്ത്യയായിട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ആംനേഷന്റെയും ലോജിസ്റ്റിക്കിന്റെയും ചെലവെന്ന് പറയുന്നതും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ എല്ലാം നോക്കുന്ന സമയത്ത് 3 to 3.5 ബില്യൺ വരയ്ക്ക് ഇവർക്ക് ചെലവാക്കണം. ഇതിപ്പോ ഫുൾ ഫ്ലെഡ്ജ് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 3 അല്ല, അത് സ്ട്രേറ്റ് അവർ 1 ഡേയിലങ്ങ് പോകും. ഇതിപ്പോ 2 ദിവസത്തിനകത്ത് ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്താവും ആഷ്മി അവരുടെ അവസ്ഥ? വിത്തെടുത്ത് കുത്താണ് ഇപ്പോ. എന്തായാലും അത് അവരനുഭവിക്കട്ടെ സാർ. കാര്യം എന്ന് പറഞ്ഞാൽ അത് അവർ ചോദിച്ചു വാങ്ങുന്നത്, അവർ ഇരന്നു വാങ്ങുക എന്നൊക്കെ പറയില്ലേ, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. താത എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു മേജർ രവി. വൈകിയ വേളയിലും വിളിച്ചതിന് ഫോൺ എടുത്തതിന് ദീർഘമായി സംസാരിച്ചു. നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.